എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ മറ്റൊരു ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് പോലെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫോക്കസ് ഏരിയയിൽ ഇപ്പോൾ കറൻ്റ്ലി +1 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ സ്റ്റേറ്റ് സിലബസ് കുട്ടികളുടെ ഫോക്കസ് ഏരിയയിൽ 4 ടോപ്പിക്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ആ ടോപ്പിക്സിനകത്ത് നിന്ന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ക്വസ്റ്റ്യൻസ് എന്ത് തന്നെ ആയാലും ഈ ടോപ്പിക് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊരു ടോപ്പിക്കൊന്നുമല്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇതൊരു ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക, അത് അതുപോലെ തന്നെ ചോദിക്കുകയുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ലെവൽ അങ്ങനെ ചോദിക്കാൻ പാകത്തിനൊന്നും ഇതിനകത്തില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ബോർഡ് എക്സാമിന് എഴുതേണ്ട ടോപ്പിക്സ്, അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളത് പോലെ എല്ലാം വാരി വലിച്ച് പഠിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ അത് മുഴുവൻ എക്സാമിന് എഴുതാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് വേണം എപ്പോഴും പഠിക്കാനായിട്ട്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ എക്സാമിന് നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത് എന്ന് ആലോചിച്ച് വേണം ബൈ ഹാർട്ട് ചെയ്യാൻ. അല്ലാതെ NCERT കംപ്ലീറ്റ് കാണാപ്പാഠം പഠിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിനകത്ത് കാണിച്ചു തരുന്നത് ഈ ടോപ്പിക്സിനകത്ത്, ഈ സെലക്റ്റഡ് ടോപ്പിക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് മാത്രമല്ല എന്തൊക്കെയാണ് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് എക്സാമിന് പോയിൻറ്റ്സ് ആയിട്ട് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അത് അതുപോലെ തന്നെ എക്സാക്ട്ലി NCERT സെൻറ്റൻസസ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ പവർ പോയിൻ്റ് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാണ്ട് തുടങ്ങാം. ഹൈഡ്രജൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ എലമെൻ്റാണ് അല്ലേ, ഏറ്റവും ഫസ്റ്റ് എലമെൻ്റാണ്, അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് നമ്മുടെ ഫോക്കസ് ഏരിയ ഇതിനകത്തില്ല. 4 ടോപ്പിക്സാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. ഒന്ന്, കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, അതാണ് ഒരെണ്ണം. ഹൈഡ്രജൻ്റെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ആകെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ. ലബോറട്ടറി പ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊരു കോമ്പൗണ്ട് ആണെങ്കിലും എലമെൻ്റ് ആണെങ്കിലും അതിന് ഒരു ലബോറട്ടറി പ്രൊഡക്ഷൻ ഉണ്ടാവും, കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ലാബിൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ, ലാബിൽ എങ്ങനെ ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കാം, അതിനെയാണ് നമ്മൾ ലബോറട്ടറി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലബോറട്ടറി പ്രിപ്പറേഷൻ എന്ന് പറയുക. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ എങ്ങനെയാണ് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുക. ഇത് രണ്ടായിരിക്കും. ലാബിൽ നമുക്ക് വളരെ കുറച്ച് മതി, അപ്പോൾ അതിന് കുറച്ച് വില കൂടിയ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫാക്ടറിയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ കോസ്റ്റിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന റോ മെറ്റീരിയൽസ് എന്ന് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഏതൊരു കോമ്പൗണ്ട് ആണെങ്കിലും അതിനൊരു ലാബ് പ്രിപ്പറേഷൻ ഉണ്ടാവും, കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ മാത്രമാണ് നമ്മളോട് ഫോക്കസ് ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രൈഡ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഹൈഡ്രൈഡ്സ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹൈഡ്രൈഡ്സ്. അതുപോലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഹാർഡ്നെസ് അല്ലേ, ഹാർഡ്നെസ്, ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. അതാണ് മൂന്നാമത്തെ ടോപ്പിക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്ക്, ഹൈഡ്രൈഡ്സ് അതുപോലെ ഹാർഡ്നെസ്. ഇത് രണ്ടും എക്സാമിന് ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിയണം. ഇനി നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സംഭവമാണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ശരിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് മൊത്തം ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്റ്റോറേജ് മാത്രമാണ്. അപ്പോൾ ഞാൻ സെലക്റ്റഡ് ടോപ്പിക്സിൻ്റെ പഠിക്കാനുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പഠിക്കുക, ഇതുപോലെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഹൈഡ്രജൻ്റെ കുറച്ചൊരു കാര്യങ്ങൾ ഞാൻ പറയുകയാണ് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇത് നമ്മുടെ ചാപ്റ്റർ 9, ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ 9 ആണ്. അപ്പോൾ ഞാൻ പവർ പോയിൻ്റ് എൻ്റെ സ്ക്രീനിനകത്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഹൈഡ്രജൻ ഒരു സെപ്പറേറ്റ് പൊസിഷനാണ് പീരിയോഡിക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും എക്സാമിന് ചോദിക്കുന്ന ഫോക്കസ് ഏരിയ ടോപ്പിക് അല്ല, പക്ഷേ എങ്കിലും ഞാനൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറയുകയാണ്. ഹൈഡ്രജനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ്, അതായത് പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പും അതുപോലെ ഹാലജൻസ്, അതായത് 17th ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരോടും സിമിലർ ആണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഹൈഡ്രജന് പീരിയോഡിക് ടേബിളിൽ ഇത് 2 സ്ഥലത്തും ഇരുത്താണ്ട്, അതായത് ഹൈഡ്രജനെ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇരുത്താം,
അല്ലെങ്കിൽ 17th ഗ്രൂപ്പിൽ വരുത്താം. ഓൾറെഡി +1 ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് നല്ലോണം അറിയുന്നുണ്ടാവും. കാരണം അത് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഒരു സെപ്പറേറ്റ് പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഹൈഡ്രജൻ്റെ അടുത്ത പ്രത്യേകത, ഹൈഡ്രജന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ഫോം ചെയ്യാൻ കഴിയും. H+ ഫോം ചെയ്യാൻ കഴിയും, H- ഫോം ചെയ്യാൻ കഴിയും. യൂണി പോസിറ്റീവ് ആൻഡ് യൂണി നെഗറ്റീവ്. അതായത് ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനും കഴിയും, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനും കഴിയും. ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഹൈഡ്രജന് പ്ലസ് ചാർജ് വരും, H+. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജന് നെഗറ്റീവ് ചാർജും വരും, H- വരും. അപ്പോൾ ഇതിന് രണ്ടും ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ ഇറ്റ് ഫോംസ് ഓക്സൈഡ്സ്, ഹാലൈഡ്സ്, സൾഫൈഡ്സ് ലൈക്ക് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ ഓക്സൈഡ് ഫോം ചെയ്യാം, ഹാലൈഡ് ഫോം ചെയ്യാം, സൾഫൈഡ് ഫോം ചെയ്യാം. ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സോഡിയം, പൊട്ടാസ്യം പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെപ്പോലെ സോഡിയം ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം സൾഫൈഡ് പോലെ ഹൈഡ്രജനും ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ഓക്സൈഡ് അതാണ് വാട്ടർ, ഹൈഡ്രജൻ ഹാലൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, ഹൈഡ്രജൻ സൾഫൈഡ് ഇതൊക്കെ ഫോം ചെയ്യാൻ പറ്റും. ആൽക്കലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞതാണ്. വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. അത് ആൽക്കലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി അല്ല, അത് ഹാലജൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കണ്ടോ, രണ്ട് ഗ്രൂപ്പിൻ്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ നോ മെറ്റാലിക് ക്യാരക്ടർ, അതും ഹാലജൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. മെറ്റാലിക് ക്യാരക്ടർ ഇല്ല, ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എങ്ങനെ വെക്കാൻ പറ്റും? ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഹൈഡ്രജൻ്റെ പേര് പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ? ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല. കണ്ടോ, അപ്പോൾ ഫോംസ് ഡാറ്റമിക് മോളിക്യൂൾ, അതും ഹാലജൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈഡ്രജന് രണ്ട് ഗ്രൂപ്പിൻ്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൊണ്ട് ഹൈഡ്രജന് ഒരു സെപ്പറേറ്റ് പൊസിഷൻ കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഹൈഡ്രജൻ അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് പൊസിഷനാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത് കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ. അപ്പോൾ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. മെയിൻലി 4 മെത്തേഡ്സ് നമുക്ക് പഠിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് സിമ്പിൾ ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഇലക്ട്രോലൈസിസ് അല്ലെ, ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഒരു മോളിക്യൂളിനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്തിട്ട് അതിനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് ഈ റിയാക്ഷൻ. H2O ഗിവിങ് 2H2 + O2. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ, കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ്റെ ഒരു മെത്തേഡ്. ആലോചിച്ച് നോക്കിയാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇലക്ട്രിസിറ്റിയും വാട്ടറും മതി. പിന്നെ അതിന് കാറ്റലിസ്റ്റ് ആയിട്ട് അത് നടക്കാനുള്ള മറ്റ് കണ്ടീഷൻസ് ആണ് ട്രേസസ് ഓഫ് ആസിഡ് ഓർ ബേസ്. ഒന്നുകിൽ അവിടെ ആസിഡ് അല്ലെങ്കിൽ ബേസ്, അതിന് കുറച്ച് ആസിഡ് കുറച്ച് ബേസ് അങ്ങനെ എന്തെങ്കിലും വേണം, എന്നാലാണ് ഈ റിയാക്ഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് ഇത്രയും പഠിച്ചാൽ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡിന് ഇക്വേഷൻ ഒന്നുമില്ല, അത് ഇത്രയും പറഞ്ഞാൽ മതി. അതായത് നമുക്ക് 99.95% ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ, ഹൈ പ്യൂരിറ്റി ഹൈഡ്രജൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈസ് ചെയ്യുക. എന്തിനാണ് ഇലക്ട്രോലൈസ് ചെയ്യുക? വാം അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബിറ്റ്വീൻ നിക്കൽ ഇലക്ട്രോൺസ്. വാം അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ്. ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സൊല്യൂഷൻ അത് വാം അക്വസ്. വാം എന്ന് വെച്ചാൽ എന്താ? ചെറിയ ചൂടുണ്ടാവണം. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനകത്തുള്ള ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ ബിറ്റ്വീൻ നിക്കൽ ഇലക്ട്രോഡ്സ്. അതിൻ്റെ ഇടയിൽ അതിനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ എന്ത് വേണം? അവിടെ ഇലക്ട്രോഡ്സ് വേണം അല്ലേ? ഇലക്ട്രിസിറ്റി അതിനകത്തേക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ കൊടുക്കുന്ന ഇലക്ട്രോഡ്സ് എന്തായിരിക്കണം? നിക്കൽ ഇലക്ട്രോഡ്സ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഏതാണ്ട് 100%, അതാണ് 99.95 മുകളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇനിയൊരു 0.05 കൂടി ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 100% പ്യുവർ ആയിട്ടുള്ള ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഈ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം, ബൈ പ്രോഡക്റ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ക്ലോറിൻ ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. അപ്പോൾ ഇതും പറയുന്നത് അടുത്തതും മൂന്നാമത്തെ മെത്തേഡും ഇലക്ട്രോളിസിസ്. മനസ്സിലായല്ലോ, നമ്മൾ ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള പരിപാടി ഇലക്ട്രോലൈസ് ചെയ്യുക. വേറെ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് വേറെ റിയേജൻസ് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ പ്രോഡക്റ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ക്ലോറിൻ ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡും വാട്ടറും മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിൾ, ഉപ്പുവെള്ളം എന്ന് പറയുന്നതിന് തുല്യമാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഇലക്ട്രോലൈസ് ചെയ്യുക, ഇതിനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും
ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ എങ്ങനെയാണ് കിട്ടുക? ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് കിട്ടുക. ശരിക്കും ഈ മെത്തേഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ക്ലോറിൻ്റെയും മാനുഫാക്ചറാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിനും കിട്ടാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരാണ് ഇതിനകത്ത് ഉണ്ടാവുക. സോഡിയം ക്ലോറൈഡും വാട്ടറുമാണ് ഉണ്ടാവുക. അപ്പോൾ സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- ആയിട്ടായിരിക്കും അതിനകത്ത് ഇരിക്കുന്നുണ്ടാവുക. വാട്ടർ എന്ന് പറയുന്നത് H+ഉം OH- ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതായത് ഇലക്ട്രോളൈസിസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവർ ഇങ്ങനെ ആയിട്ട് മാറും അല്ലേ? അങ്ങനെ നമുക്ക് ആലോചിക്കാം, സിമ്പിളായിട്ട് അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിലും സൊല്യൂഷനിൽ അവർ അയോൺസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി കൊടുക്കുക, നമ്മൾ എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് 2 ഇലക്ട്രോഡ്സ് വഴിയാണ്. അതിലൊരു ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ് അല്ലേ? ആനോഡിൽ എന്താണ് സംഭവിക്കുക? ആനോഡിൽ Cl-, അതായത് നിങ്ങൾ നേരത്തെ കണ്ടു സോഡിയം ക്ലോറൈഡിൻ്റെ അവിടെ കാണുന്ന Cl- കണ്ടല്ലോ. ഈ Cl- എന്ന് പറയുന്ന ആൾ ആനോഡിൽ വന്നിട്ട് ആ ഇലക്ട്രോൺ Cl- എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഒരു ഇലക്ട്രോൺ എക്സസ് ഉണ്ട്, ആ ഇലക്ട്രോണിനെ കൊടുത്തു. അതാണ് Cl- ഗിവിങ് Cl+ ഇലക്ട്രോൺ. അപ്പോൾ ആ Cl അങ്ങനെയുള്ള 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ക്ലോറിൻ മോളിക്യൂളായി. അങ്ങനെ അവിടെ ക്ലോറിൻ റിലീസ് ചെയ്തു. അപ്പോൾ ആനോഡിൽ ക്ലോറിൻ റിലീസ് ചെയ്തു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആനോഡിൽ ക്ലോറിൻ റിലീസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ക്ലോറിൻ അവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്തത് കാഥോഡ്, മറ്റേ ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്താ? അവിടേക്ക് ആരാ ചെല്ലുന്നത്? അവിടേക്ക് ഹൈഡ്രജൻ ആണ് ചെല്ലുന്നത്. H+ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഇല്ലാത്ത ആളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആറ്റം ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും. അങ്ങനെയുള്ള 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എത്ര പതുക്കെ പറഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഇക്വേഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കിട്ടി? അവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല, പക്ഷേ ഇവിടുത്തെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഹൈഡ്രജൻ. കണ്ടോ? അപ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചത്. സോഡിയം ക്ലോറൈഡും വാട്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടായി. ഒപ്പം ഇനി ബാക്കി ആരാ ഉള്ളത്? ബാക്കി ഹൈഡ്രജൻ ക്ലോറിനും കഴിഞ്ഞാൽ പിന്നെ സോഡിയവും OH അത് കമ്പൈൻ ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു അല്ല. Na+ഉം OH- ആണ് ഇനി ബാക്കി ഉണ്ടായിരുന്നത്. മറ്റേ 2 പേരും ആനോഡിലും കാഥോഡിലും പോയി റിലീസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് NaOH ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ ഒരു പ്രൊഡക്ഷനായിട്ട്, പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് ഇതും പറയാം. അപ്പോൾ ഇതും ഒരു കൊമേഴ്സ്യൽ മെത്തേഡാണ്. ഹൈഡ്രജൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു കൊമേഴ്സ്യൽ മെത്തേഡാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ മെത്തേഡ് മീഥെയ്ൻ പ്ലസ്. ഇത് കാണുമ്പോൾ എല്ലാവരും H2O വാട്ടർ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ ബ്രാക്കറ്റിൽ G എന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വാട്ടർ അല്ല, അത് വാട്ടർ വേപ്പറാണ് അല്ലെങ്കിൽ സ്റ്റീമാണ്. അതെന്താ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുന്നത്? കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് 1270 കെൽവിൻ. ഇത്രയും ടെമ്പറേച്ചറിൽ നമ്മൾ പിന്നെ അതിനെ വാട്ടർ വേപ്പർ എന്നല്ല വിളിക്കുക, ഹൈ എനർജി വാട്ടർ വേപ്പറാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റീം എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ മീഥെയ്ൻ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. മീഥെയ്ൻ എന്ന് പറയുന്ന ഒരു ഗ്യാസാണ്, സ്റ്റീം അനദർ ഗ്യാസ്. ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യുകയാണ്. നിക്കൽ ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. നിക്കലിൻ്റെ പ്രസൻസിൽ 1270 കെൽവിൻ ടെമ്പറേച്ചർ, 1270 കെൽവിൻ ടെമ്പറേച്ചറിലാണ്, അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചറാണ് നമുക്ക് കിട്ടുക. ആ മിക്സ്ചർ ഓഫ് ഗ്യാസിന് വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്. 3 പേരുകളുണ്ട്, ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, ഇത് ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനായിട്ട് ചോദിക്കാം, അതേപോലെ വാട്ടർ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്, സിൻ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ എന്താണ് വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാട്ടർ ഇല്ല, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് പറയുക? വാട്ടർ ഗ്യാസ് എന്ന് പറയുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിന് സിന്തസിസ് ഗ്യാസ്, സിൻ ഗ്യാസ് എന്നൊക്കെ പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് ഞാൻ കാണിച്ചു തരാം. As this mixture of carbon monoxide and hydrogen is used for the synthesis of methanol and a number of hydrocarbons. കണ്ടോ? ഈ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്, വാട്ടർ ഗ്യാസ് ആരാണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ്റെയും മിക്സ്ചറാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മെത്തനോൾ എന്ന് പറയുന്നതും അതുപോലെ എ നമ്പർ ഓഫ് ഹൈഡ്രോകാർബൺസ്, ഒരുപാട് കോമ്പൗണ്ട്സ് നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് എന്ത്? സിന്തസിസ് അല്ലേ? അതുകൊണ്ടാണ് അതിനെ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അത് ഷോർട്ടായിട്ട് പറയുന്നതാണ് സിൻ ഗ്യാസ്. ഓക്കെ, ഇനി നോക്കുക, ഇതേ മെത്തേഡ് തന്നെ, ഇതിൽ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം. അതായത് ഈ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡ്,
സ്റ്റീമും മീഥൈനും ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചത്. ഇനി സ്റ്റീമും പകരം കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് അല്ലേ, കൽക്കരി എന്ന് പറയുന്നത് കാർബണിൻ്റെ മറ്റൊരു ഫോമാണ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ കോളും സ്റ്റീമും കൂടെ ഉപയോഗിക്കുക. സ്റ്റീമും കൂടെ, അതായത് കോൾ ബെഡിന് മുകളിലൂടെ സ്റ്റീം കടത്തിവിടുക. അപ്പോൾ കോളും അതിനകത്ത് കാർബണും, അതായത് സ്റ്റീമും കോളും കൂടെ റിയാക്ട് ചെയ്തിട്ട് അതേ ടെമ്പറേച്ചർ 1270 കെൽവിൻ ടെമ്പറേച്ചർ, അത്രയും ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റീം കടത്തിവിടുക. അവർ റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമായിട്ട് പുറത്തേക്ക് വരും. എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? വാട്ടർ ഗ്യാസ് കിട്ടി. അപ്പോൾ വാട്ടർ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡ്സാണ് ഈ കാണുന്നത്. അപ്പോൾ 4ാമത്തെ മെത്തേഡിനകത്ത് ഇത് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യേണ്ട മെത്തേഡായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് വാട്ടർ ഗ്യാസ്. അപ്പോൾ 2 രീതിയിലും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വാട്ടർ ഗ്യാസ്. ഇനി ഇവിടെ അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. എന്താണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനിൽ അവിടെ കാർബൺ മോണോക്സൈഡ് കൂടെ വന്നു അല്ലേ, മൂപ്പരെ അവിടെ നിന്ന് കളഞ്ഞ് ഹൈഡ്രജൻ മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ റിയാക്ഷൻസിനകത്ത് എനിക്ക് ഹൈഡ്രജൻ പ്യുവറായിട്ട് കിട്ടണം, കാർബൺ മോണോക്സൈഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടിയാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. എനിക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടണം, ഹൈഡ്രജനെ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് വീണ്ടും ഈ മിക്സ്ചറിനെ, ഇപ്പോൾ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ മിക്സ്ചർ, അതായത് അവിടെ കിട്ടിയ വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞ മിക്സ്ചറിനെ വീണ്ടും സ്റ്റീം വെച്ച് റിയാക്ട് ചെയ്യിക്കുക, സ്റ്റീം അതിൻ്റെ മുകളിലൂടെ കടത്തിവിടുക. ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കണം. അയേൺ ക്രോമൈറ്റ് ആണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. 673 കെൽവിൻ്റെ മുകളിലോട്ട് അത്രയും ടെമ്പറേച്ചറിലാണ് നിങ്ങളത് കടത്തിവിടേണ്ടത്. സ്റ്റീം ഈ പറഞ്ഞ വാട്ടർ ഗ്യാസും ഇത് മിക്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനുമാണ്. അതായത് കാർബൺ മോണോക്സൈഡ് ഇപ്പോൾ എന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനുമായിട്ട് മാറും. ഓക്കെ, നേരത്തെ ആരായിരുന്നു? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ആയിരുന്നു, മനസ്സിലായല്ലോ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഇപ്പം അതെന്തായി? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനുമായി, മനസ്സിലായോ? ഇനിയാണ് നമ്മുടെ പരിപാടി. അതായത് ഇപ്പോഴും ഹൈഡ്രജൻ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതിനൊരു പരിപാടി ചെയ്താൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിമൂവ്ഡ് ബൈ സ്ക്രബിങ്. കണ്ടോ, സ്ക്രബിങ് വിത്ത് സോഡിയം ആഴ്സനേറ്റ് സൊല്യൂഷൻ. സോഡിയം ആഴ്സനേറ്റ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ സൊല്യൂഷൻ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ഹൈഡ്രജൻ മാത്രം. അങ്ങനെ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്ന മിക്സ്ചറിൽ നിന്ന് ഹൈഡ്രജനെ മാത്രം പുറത്തോട്ട് എടുക്കാനുള്ള വഴിയാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. കണ്ടോ, അപ്പോൾ ഹെഡിങ് നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാണ്. ഇത് വാട്ടർ ഗ്യാസിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇവിടെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ അഡീഷണൽ പോയിൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് വാട്ടർ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനെ അല്ല വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുക. വാട്ടർ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജനെ പുറത്തേക്ക് എടുക്കുന്ന റിയാക്ഷനെയാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ കഴിഞ്ഞു. 4 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹൈഡ്രൈഡ്സ്. അപ്പോൾ എന്താണ് ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരിൽ നിന്ന് തന്നെ അറിയാം ഹൈഡ്രൈഡ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട് ആയിരിക്കും, ശരിയല്ലേ? ഹൈഡ്രജൻ്റെ കോമ്പൗണ്ടിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുക? ഹൈഡ്രൈഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഹൈഡ്രൈഡ്? ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻറ്റ്സ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ഡെഫിനേഷനാണ്. ഇങ്ങനൊരു ഡെഫിനേഷൻ എനിക്ക് തോന്നുന്നു NCERT അത് ഇല്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമുക്ക് എക്സാമിന് എഴുതാൻ നല്ലൊരു ഡെഫിനേഷനാണ് ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻറ്റ്സ്. അതായത് ഹൈഡ്രജൻ മറ്റുള്ള എല്ലാവരുമായിട്ടും കമ്പൈൻ ചെയ്യുന്ന ഒരാളാണ് ഹൈഡ്രജൻ. എല്ലാവരുമായിട്ടും, ഒരുവിധം എല്ലാ ആൾക്കാരുമായിട്ടും ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യും. വളരെ ചുരുക്കം പേരുമായിട്ട് കമ്പൈൻ ചെയ്യാത്തതുള്ളൂ. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മറ്റ് എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്സിന് പറഞ്ഞ പേരാണ് ഹൈഡ്രൈഡ്സ്. ഓക്കെ, ഹൈഡ്രജൻ മറ്റ് എലമെൻറ്റ്സ് ആയിട്ട്, അത് എങ്ങനെയാണ്? ഓരോ എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യാറുള്ളൂ, അപ്പോഴാണ് നമ്മൾ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുക. ഹൈഡ്രജൻ ഒരു 2 പേരുമായിട്ട് ഒരുമിച്ച് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുക. കാരണം ഇത് ബൈനറി കോമ്പൗണ്ട് ആണ്. ബൈനറി എന്ന് വെച്ചാൽ എന്താ? ഒരാൾ ഹൈഡ്രജൻ ആവണം, മറ്റേ ആൾ വേറൊരു എലമെൻ്റ് ആവണം. അപ്പം അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൈനറി കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുക. ഈ ഹൈഡ്രൈഡ്സ് 3 ടൈപ്പ് ഉണ്ട്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അയോണിക്, സലൈൻ ഓർ സോൾട്ട് ലൈക്ക്. അയോണിക് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് പേരുകളാണ് സലൈൻ, സോൾട്ട് ലൈക്ക്. ഞാൻ ഈ മറ്റുള്ള പേരുകൾ പറയുന്നത് ഇത് ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അയോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് എക്സാമിനർ ഒന്ന് ട്രിക്കി ആയിട്ട് എന്ത് ചെയ്യും? സലൈൻ അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കും. അപ്പോഴും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എല്ലാം, അതായത് NCERT-ക്കകത്തുള്ള ഒരുവിധ എല്ലാ പോയിന്റ്സും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നും മിസ്സായി പോവാതെ. ഇപ്പോൾ നല്ല ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ പോലും മിസ്സായി പോവാത്ത രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ അയോണിക് ഉണ്ട്, കൊവാലൻ്റ് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, 3 പേര്. അയോണിക്, കൊവാലൻ്റ്, മെറ്റാലിക്. അയോണിക്കിൻ്റെ വേറെ പേരാണ് സലൈൻ, സോൾട്ട് ലൈക്ക്. കൊവാലൻറ്റിൻ്റെ വേറെ പേരാണ് മോളിക്കുലാർ. മെറ്റാലിക്കിൻ്റെ വേറെ പേരുകളാണ് ഇൻഡർസ്റ്റീഷ്യൽ, നോൺ സ്റ്റോഷിയോമെട്രിക്. ഇങ്ങനെ വേറെ പേരുകളാണ് ഇതൊക്കെ. ഇനി കൊവാലൻ്റ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രൈഡ്സ് ഉണ്ട്, ഇലക്ട്രോൺ പ്രിസൈസ് ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഹൈഡ്രൈഡ്സ് ആണ് കൊവാലൻ്റ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഇതിപ്പോൾ പേരുകൾ കാണിച്ചു തന്നതാണ്. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ അയോണിക് ഹൈഡ്രൈഡ്സ്. അയോണിക് ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ബ്ലോക്കിലെ ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അയോണിക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുക. എസ് ബ്ലോക്കിലെ എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ്, ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അയോണിക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുക. ഇവരെല്ലാവരും അയോണിക് കോമ്പൗണ്ട്സ് ആണ്. ഇതാ എക്സാമിൻ്റെ അടുത്ത ചോദ്യം, എക്സെപ്റ്റ്. ഇവരെല്ലാവരും അയോണിക് കോമ്പൗണ്ട്സ് ആണ്, 3 പേര് ഒഴിച്ച്. ലിഥിയം ഹൈഡ്രൈഡ്, ബെർലിയം ഹൈഡ്രൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രൈഡ്. എസ് ബ്ലോക്കിൽ ആരൊക്കെ ഉണ്ട്? ലിഥിയം, ബെർലിയം, മെഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, അല്ലെ, റുബീഡിയം, സീഷ്യം, അങ്ങനെ കുറേ പേരുണ്ട്. ഇതിൽ അയോണിക് കോമ്പൗണ്ട്സ് ആണ് എല്ലാവരും ഫോം ചെയ്യുക, എക്സെപ്റ്റ് ലിഥിയം ഹൈഡ്രൈഡ്, ബെർലിയം ഹൈഡ്രൈഡ് ആൻഡ് മെഗ്നീഷ്യം ഹൈഡ്രൈഡ്. ഈ 3 പേര് ഒഴിച്ച്. അതുപോലെ ഇവരെല്ലാവരും ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. ആൻഡ് ഇവരെല്ലാവരും ക്രിസ്റ്റലൈൻ ആണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും പെർഫെക്റ്റ് സോളിഡ്സ് ആണ്. ട്രൂ സോളിഡ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് പറയുക. നോൺ വോളറ്റൈൽ ആണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ചില സോളിഡുകളുണ്ട്, അല്ലെങ്കിൽ ചില ലിക്വിഡ്സ് ഒക്കെ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുക. ഇത് നോൺ വോളറ്റൈൽ ആണ്, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരല്ല. അതുപോലെ നോൺ കണ്ടക്റ്റിംഗ് ആണ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇവർ ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ ഇവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ആൻഡ് ദേ റിയാക്ട് വയലൻ്റ്ലി വിത്ത് വാട്ടർ പ്രൊഡ്യൂസിങ് ഹൈഡ്രജൻ. കണ്ടോ, ഇപ്പോൾ സോഡിയം ഹൈഡ്രേറ്റിൻ്റെ സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വയലൻ്റ് റിയാക്ഷനാണ്, അതായത് പൊട്ടിത്തെറിക്കുന്ന പോലെയുള്ള റിയാക്ഷനാണ്, എക്സ്പ്ലോസീവ് റിയാക്ഷനാണ്. എന്നിട്ട് എന്ത് തരും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രൈഡ്സിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ കണ്ടത്. അയോണിക് ഹൈഡ്രൈഡ്സിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ഇപ്പോൾ കണ്ടത്. ഇവരുടെ വേറെ പേരാണ് സലൈൻ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ലിഥിയം ഹൈഡ്രൈഡിൻ്റെ ഒരു പ്രത്യേകത. ലിഥിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് നമുക്ക് മറ്റ് ഹൈഡ്രൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് ചില യൂസ്ഫുൾ ഹൈഡ്രൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ലിഥിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച്. അതാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും ലിഥിയം ബോറോ ഹൈഡ്രൈഡും. അത് ചെയ്യുന്നത് ഈ 2 റിയാക്ഷൻസ് വഴിയാണ്. ലിഥിയം ഹൈഡ്രൈഡ് പ്ലസ് അലുമിനിയം ക്ലോറൈഡ് ഗിവിംഗ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പ്ലസ് ലിഥിയം ക്ലോറൈഡ്. അതുപോലെ ലിഥിയം ഹൈഡ്രൈഡ് പ്ലസ് ഡൈബൊറൈൻ, B2H6 എന്ന് വെച്ചാൽ ഡൈബൊറൈൻ എന്നാണ് അതിനെ വിളിക്കുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ലിഥിയം ബോറോ ഹൈഡ്രൈഡ് ഫോം ചെയ്യും, ലിഥിയം ബോറോൺ ഹൈഡ്രൈഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഹൈഡ്രൈഡ്സ് ലിഥിയം ഹൈഡ്രൈഡിൽ നിന്ന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇനി അടുത്തത് കൊവാലൻ ഹൈഡ്രൈഡ്. കൊവാലൻ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്കുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് അയോണിക് ഹൈഡ്രൈഡ്. ഇത് കൊവാലൻ ഹൈഡ്രൈഡ്. അപ്പോൾ ഫോംഡ് ബൈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ പി ബ്ലോക്കിലെ എലമെൻറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹൈഡ്രൈഡ്സിനാണ് നമ്മൾ എന്ത് പറയുക? കൊവാലൻ ഹൈഡ്രൈഡ് എന്ന് പറയുക. എക്സാമ്പിൾ മീതെയിൻ, അമോണിയ, വാട്ടർ. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 6 ഗ്രൂപ്പുകളുണ്ട്, അറിയാലോ. 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകളുണ്ട്. 13, 14, 15, 16, 17, 18 6 ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ കാർബൺ ഉണ്ട്, നൈട്രജൻ, വാട്ടർ, ഓക്സിജൻ, അല്ലേ, പിന്നെ ആരാണ് നമ്മുടെ ഫ്ലൂറിൻ. ഇപ്പോൾ ഇവരാണ് മെയിനായിട്ടും. നോബിൾ ഗ്യാസസ് പിന്നെ റിയാക്ട് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൂട്ടുന്നില്ല. 5 ഗ്രൂപ്പുകളെ കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇവരെല്ലാവരും കൊവാലൻ്റ് ആണ്, ഇവരെല്ലാവരും വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. മിക്കവരും ഗ്യാസസ് ഒക്കെയാണ്. ഓക്കെ, കൊവാലൻ ഹൈഡ്രൈഡ്സ്. ഇത് 3 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഉണ്ട്, ഇലക്ട്രോൺ പ്രിസൈസ് ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് ഉണ്ട്. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? ആ പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കുറവാണ്. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കറക്റ്റ് ആവശ്യത്തിനാണ്, കറക്റ്റാണ്, പ്രിസൈസ് ആണ്. ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കുറച്ച് കൂടുതലാണ്. ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഹൈഡ്രൈഡ്സ് ആണ് നിങ്ങൾക്ക് കൊവാലൻ ഹൈഡ്രൈഡിൽ കാണാൻ പറ്റുക. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പുമായിട്ട് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സിനെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുക. അത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബോറോണും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് 13ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ, അല്ലേ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, അതാണ് 13ാമത്തെ ഗ്രൂപ്പുകാർ. ഇവരും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതായത് ബോറോൺ ആണെങ്കിൽ ബോറോണിന് ചുറ്റും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ 6 ഇലക്ട്രോൺസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ലൂയിസ് ആസിഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. ലൂയിസ് ആസിഡ്സ് എന്താണെന്നുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇവർക്ക് കുറവായതുകൊണ്ട് ഇവർക്ക് ഇലക്ട്രോൺ ഉള്ളവരിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആണ്. അവരെയാണ് നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കുക.
അതിൻ്റെ എക്സാമ്പിളാണ് ഡൈബുറൈൻ B2H6 നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിനകത്ത് ഡൈബുറൈൻ കണ്ടിരുന്നു, ലിഥിയം ബോറോഹൈഡ്രേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രേറ്റ് ആണ് ഡൈബുറൈൻ. ഇനി അടുത്തത് ഇലക്ട്രോൺ പ്രിസൈസ്, കറക്റ്റാണ്. അതായത് 14ാമത്തെ ഗ്രൂപ്പുകാരുടെ പ്രത്യേകത എന്താ? കറക്റ്റ് 4 ഇലക്ട്രോൺസ് ആണ് അവരുടെ ഔട്ടർ ഷെല്ലിൽ ഉണ്ടാവുക, അതാണ് കാർബൺ. അപ്പോൾ 4 ഹൈഡ്രജൻ കൂടെ വരുമ്പോൾ മൊത്തം 4 8 ഇലക്ട്രോൺസ്. അതാണ് ഒക്റ്ററ്റ് കറക്റ്റാണ്, അതാണ് ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മീഥേൻ. ഓക്കെ, ഇനി ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ 15, 16, 17 ഇവരുമായിട്ട് ഈ ഗ്രൂപ്പുകാരായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അമോണിയ, വാട്ടർ, HF കണ്ടോ, ഈ വക ആൾക്കാർ ഇവരൊക്കെ ഇലക്ട്രോൺ റിച്ച് ആണ്. അമോണിയയ്ക്ക് കണ്ടില്ലേ ഒരു ലോൺ പെയർ ഉണ്ടാവും, എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ വരുന്നതിനാണ് ഒരു ലോൺ പെയർ എന്ന് പറയുക. വാട്ടറിന് 2 ലോൺ പെയർ, HFന് 3 ലോൺ പെയർ ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ഇലക്ട്രോൺസ് ഇവരുടെ കയ്യിൽ അധികമാണ്. അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലുവിസ് ബേസ് ആണ് ഇവർ. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് ആണ്, ലുവിസ് ബേസ് ആണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്, ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്. അതുപോലെ ഇവർക്ക് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക, ഇത് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വീണ്ടും വരുന്ന കാര്യങ്ങളാണ്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുകളുണ്ട് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹൈഡ്രൈഡ്സ്, കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ കുറിച്ച് പഠിക്കണം. ഇനി അടുത്തതാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. മെറ്റാലിക് ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോംഡ് ബൈ D ബ്ലോക്ക്, F ബ്ലോക്ക്. അതായത് ഇപ്പോൾ S ബ്ലോക്ക് കഴിഞ്ഞു, P ബ്ലോക്ക് കഴിഞ്ഞു, ഇനി ആരാ ബാക്കിയുള്ളത്? D ബ്ലോക്കും F ബ്ലോക്കും ആണ് ഇനി ബാക്കിയുള്ളത് അല്ലേ. D ബ്ലോക്കും F ബ്ലോക്കും. അപ്പോൾ ഇവരെ കുറിച്ച് പഠിക്കുന്നതാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. ഓക്കെ, അപ്പോൾ അതായത് ഇതിനകത്തുള്ള പ്രത്യേകത, അതായത് ഈ D ബ്ലോക്ക് F ബ്ലോക്കുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മെറ്റാലിക് ഹൈഡ്രൈഡ്സ് കിട്ടുക. ഇവരുടെ വേറെ പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ നോൺ സ്റ്റോഷിയോമെട്രിക് എന്നൊക്കെ പറയാം. അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ പഠിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്താണെന്ന് പഠിക്കണം. എന്താണ് ഹൈഡ്രൈഡ് ഗ്യാപ്പ്? ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും ഗ്രൂപ്പ്, അതായത് D ബ്ലോക്കിനകത്ത് 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും ഗ്രൂപ്പുകാർ ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യില്ല. അതൊരു പിക്ചറായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ഇതിൽ 7, 8, 9 ഗ്രൂപ്പുകാർ കണ്ടില്ലേ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്, അവരാരും ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യില്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ്, ഇവർ മാത്രം ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യില്ല, അവിടെ ഒരു ഗ്യാപ്പ്, അതാണ് ഹൈഡ്രൈഡ് ഗ്യാപ്പ്. ഇനി ഈ ഗ്യാപ്പ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6ാമത്തെ ഗ്രൂപ്പിലും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ 6ാമത്തെ ഗ്രൂപ്പിൽ മുകളിലുള്ള ആൾ മാത്രം റിയാക്ട് ചെയ്യും, ബാക്കിയുള്ളവരാണ് റിയാക്ട് ചെയ്യാത്തത്. അതുകൊണ്ട് 6ാമത്തെ ഗ്രൂപ്പ് നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്, ഗ്യാപ്പിൽ പറയേണ്ടെന്ന് വെച്ചതാണ്. 6ാമത്തെ ഗ്രൂപ്പിൽ ഒരാൾ മാത്രം ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യും, അതാണ് ബ്ലൂവിൽ കാണുന്നത്. അത് ക്രോമിയമാണ്. ക്രോമിയം മാത്രം 6ാമത്തെ ഗ്രൂപ്പിൽ റിയാക്ട് ചെയ്യും, ബാക്കി ആരും റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് 6ാമത്തെ ഗ്രൂപ്പ് ഹൈഡ്രൈഡ് ഗ്യാപ്പിൽ പെടുത്തിയിട്ടില്ല. 7, 8, 9 മാത്രമേ പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത, ഇവരെല്ലാവരും ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഗുഡ് കണ്ടക്ടേഴ്സാണ്. ഹീറ്റും കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും. പക്ഷേ ഇവർക്കൊരു കുഴപ്പമുണ്ട്, ഓൾവേസ് നോൺ സ്റ്റോഷിയോമെട്രിക്. എന്ത് ഈ നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഒബേ ചെയ്യില്ല. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അറിയാത്ത +1 ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. കാരണം എല്ലാ കോമ്പൗണ്ട്സിനും കറക്റ്റായിട്ടൊരു പ്രപ്പോർഷൻ അല്ലേ, എലമെൻസും അവരുടെ റേഷ്യോയും ഡെഫിനിറ്റ് ആയിരിക്കും എന്ന് പറയുന്നൊരു ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇത് ഒബേ ചെയ്യാത്ത ആൾക്കാരാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. ഓക്കെ, ഇത് ഒബേ ചെയ്യാത്ത ആൾക്കാരാണ് ആര്? മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. ദേ ഡു നോട്ട് ഒബേ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഫോർ എക്സാമ്പിൾ ലന്താനം ഹൈഡ്രൈഡ് കണ്ടോ, LaH 2.87, ഇട്രബിയം ആണെങ്കിൽ YbH 2.55, ടൈറ്റാനിയത്തിൻ്റെ H 1.5 to 1.8, അത് തന്നെ അവർക്ക് ഉറപ്പില്ല കണ്ടില്ല, 1.5 to 1.8. അടുത്ത് സിർക്കോണിയത്തിൻ്റെ 1.3 to 1.75 കണ്ടോ. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല കാണാറുണ്ടോ? ഇത് ഈ എഴുതിയിരിക്കുന്ന മോളിക്കുലർ ഫോർമുലയാണ്, തെറ്റിദ്ധരിക്കേണ്ട. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കാണുന്ന സംഭവങ്ങളെ, ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഹൈഡ്രൈഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മെറ്റാലിക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുക. ഇവർക്ക് സ്ഥിരമായിട്ടൊരു മോളിക്കുലർ ഫോർമുല ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ഒബേ ചെയ്യുന്നില്ല, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഒബേ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് വിളിക്കുക. കണ്ടോ, അതാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സിന് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് എന്നൊരു പേര് വരുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, ഇപ്പോൾ ഹൈഡ്രൈഡ് ഗ്യാപ്പ് പിക്ചർ നിങ്ങളെല്ലാവരും കണ്ടു. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ഇതിൽ ചില മെറ്റൽസിന് ഹൈഡ്രജനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവർ ഉപയോഗിക്കാൻ പറ്റും. അതായത് പലേഡിയം, പ്ലാറ്റിനം പോലെയുള്ള എലമെൻറ്റ്സ് കണ്ടോ. സം ഓഫ് ദ മെറ്റൽസ് പലേഡിയം ഓർ പ്ലാറ്റിനം
ക്യാൻ അക്കോമഡേറ്റ് എ വെരി ലാർജ് വോളിയം ഓഫ് ഹൈഡ്രജൻ. ഒരുപാട് ഹൈഡ്രജൻ ആറ്റംസിനെ അതിൻ്റെ ഉള്ളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുക, താമസിപ്പിക്കുക, അതിനകത്തേക്ക് കയറ്റിയിരുത്തുക. അങ്ങനെ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ളൊരു മെത്തേഡായിട്ട് നമുക്ക് ഇവരെ ഉപയോഗിക്കാൻ പറ്റും, ഈ മെറ്റൽസിനെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജൻ നിങ്ങൾക്കറിയാലോ, ഏറ്റവും നല്ലൊരു ഫ്യുവലാണ് ഹൈഡ്രജൻ. പക്ഷേ അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് മെത്തേഡാണ് പലേഡിയം, പ്ലാറ്റിനം പോലുള്ള മെറ്റൽസ്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഇത് പലേഡിയം പ്ലാറ്റിനത്തിൻ്റെയും മെറ്റലിൻ്റെ ആറ്റംസ് ആണ്. ഇവർ ഭയങ്കര വലിയ ആറ്റംസ് ആണ്, ലാർജ് ആറ്റംസ് ആണ്. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ കുറേ സ്പേസുകൾ കാണുന്നില്ലേ, ആ സ്പേസിനകത്തേക്കൊക്കെ ഹൈഡ്രജൻ ആറ്റംസിനെ ട്രാപ്പ് ചെയ്യിക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഹൈഡ്രജൻ ആറ്റംസ് വന്ന് അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. കണ്ടില്ലേ, ഓരോ ഹൈഡ്രജൻ ആറ്റം, ചെറിയ ചെറിയ ഹൈഡ്രജൻ ആറ്റംസ് വന്നിട്ട് അതിൻ്റെ ഇവർ വലിയ വലിയ ആറ്റംസിൻ്റെ ഇടയിലുള്ള ഈ സ്പേസിൽ വന്നിട്ട് ട്രാപ്പ് ചെയ്ത് അങ്ങനെ ഹൈഡ്രജൻ ഇതിൻ്റെ ഇടയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ പലേഡിയം, പ്ലാറ്റിനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മെറ്റൽസിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ സ്റ്റോറേജ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ചധികം തിയറിയാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി തിയറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കാരണം ഇപ്പോൾ ഒരുപാടായി അല്ലേ, എനിക്ക് തന്നെ തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പോലെ. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞത്, ഇനി നമുക്ക് പറയാനുള്ളത് ഹാർഡ് വാട്ടർ ആണ്, കാരണം അതൊരു കുറച്ചുകൂടെ വലിയ തിയറിയാണ്. അപ്പോൾ ഞാൻ ഇന്നെല്ലാം കൂടെ എടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും പറയാം. പിന്നെ ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് മെയിനായിട്ടും ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് മെയിനായിട്ടും ഏതൊക്കെയാണ്? ഒന്ന്, കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ, അതാണ് ഒന്നാമത്തെ ഒരു ടോപ്പിക്ക്. അതുപോലെ അടുത്ത ടോപ്പിക്കായിരുന്നു ഹൈഡ്രേറ്റ്സ്. അപ്പോൾ മൊത്തം 4 ടോപ്പിക്കാണ് ഉള്ളത്. ഇനി ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ അതുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്റ്റോറേജ്, അത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഇനി ഒരു ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ ഇനിയൊരു ടോപ്പിക്കായിട്ട്. അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞു തീർത്തപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓൾറെഡി നിങ്ങൾക്ക് കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്നാലും ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലായി. ഇനിയിപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പോയിൻറ്റ്സും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പഠിക്കുക. എക്സാമിന് ഇതിൽ കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. അല്ലേ, ഇത്രയും തന്നെ നിങ്ങൾക്ക് എഴുതാൻ ഒരു ചോദ്യം, ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ചോദിച്ചാൽ നമുക്ക് അത്രയും എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് ആകെ ഒരു ക്വസ്റ്റിന് ഇത്ര സമയമുള്ളൂ. ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ആയിരിക്കും മാക്സിമം ചോദിക്കുക. അപ്പോൾ ആകെ ഇത്ര സമയമുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഇത്രേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഭാഗത്തിനുള്ളത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് അതിന് ഭാഗത്തുള്ള പെർഫെക്റ്റ് നോട്ട്സാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പഠിക്കുക. ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്, അത് വേറെ ഒന്നുകൊണ്ടുമല്ല. ഞാൻ സ്ലോ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് നമുക്ക് എന്താ പറയുക, ഒരുപാട് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കാത്ത എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ പഠിക്കുക, വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ചില്ല. ഇപ്പോൾ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു തിയറി പോലെയോ അറ്റോമിക് മോഡലിൻ്റെ പോലെയോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. പല കുട്ടികൾക്കും ഇത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഈ ചാപ്റ്റർ, ഇതുപോലുള്ള ചാപ്റ്ററുകൾക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. കുറേ വാരി വലിച്ച് പഠിക്കേണ്ടി വരും. അങ്ങനെ കുറേ വാരി വലിച്ച് പഠിച്ചിട്ട് അത് മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ്, ആവശ്യമുള്ള സെൻറ്റൻസസ് അത്രയും എഡിറ്റ് ചെയ്തിട്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യരുത്, മനസ്സിലായി? ഇനി ഇത് പഠിക്കുമ്പോൾ ഇതിന് അകത്തുനിന്ന് നിങ്ങൾ എഡിറ്റ് ചെയ്യരുത്, അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഏറ്റവും എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ഒരാൾക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്രയും കുറവാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.